അസ്സലാമലൈക്കും. എന്നും ചിക്കൻ ബിരിയാണിയും ചെമ്മീൻ ബിരിയാണിയും പിന്നെ ബീഫ് ബിരിയാണിയും ഒക്കെ അല്ലേ. അപ്പം ഇന്നൊരു വെറൈറ്റി അയക്കോറ ബിരിയാണിയാണ് നോക്കാൻ വിചാരിച്ചിട്ടോ. അങ്ങനെ കുറച്ച് അയക്കോറ കിട്ടി. നേരെ ഞാനത് മസാല പുരട്ടി കഷ്ണങ്ങളാക്കി അയക്കോറാണ് കേട്ടോ. അതുകൊണ്ട് മുറിക്കുന്ന പാടില്ല. അത് വേഗം ഞാൻ തലേന്ന് തന്നെ മസാല പുരട്ടി ഫ്രിഡ്ജിൽ സെറ്റാക്കി വെച്ച് ഇതാ പൊരിച്ചെടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ അതേ പൊരിക്കുന്ന ഓയിൽ തന്നെ ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ആദ്യം ഒരു 2 ഏലക്കായ നന്നായി ചതച്ചതും കറുവപ്പട്ടയും കറാമ്പും അത് ചതച്ചില്ലേ അതും ഇട്ട് ഉള്ളി ഇട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളക് അരച്ചതും പിന്നെ അതൊക്കെ ഒന്ന് സെറ്റായപ്പോൾ തക്കാളിയും ഇലകളും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം പൊടികളും ആവശ്യത്തിന് തൈരും പിന്നെ ഇട്ടത് കുറച്ച് മുളക് പൊടി ഇട്ടിക്കണ്. മീനാണല്ലോ അപ്പോൾ ഇത്തിരി എരിവൊക്കെ ഉണ്ടായിക്കോട്ടെ. തൈര് ഇത്തിരി കൂടി ഇട്ടിക്കണ്. കുറച്ച് പുളി ഉണ്ടായിക്കോട്ടെ. ഇനി കുറച്ച് നാരങ്ങ ഒഴിച്ചാലും കുഴപ്പമില്ല. കുറച്ച് കുരുമുളകും ഇട്ട് പിന്നെ ഈ ഗ്രേവിക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് പിന്നെ ഒരു തിരി പൊരിച്ചതിൻ്റെ ഓയിലും ഉണ്ടായിരുന്നു. അതൊന്നും കൂടി ടേസ്റ്റ് വരും. അങ്ങനെ മസാല സെറ്റായി. പിന്നെ നേരതാ അയക്കോറ പൊരിച്ചത് അങ്ങോട്ട് നിരനിരായിട്ട് വെക്കുക. നന്ന വലുപ്പമില്ല, നന്ന കുഞ്ഞുമില്ല, ഒരു മീഡിയം സൈസ്. എന്നാലും സംഭവം രസമുണ്ട്. ഇപ്പം അയക്കോറ സീസൺ ആണെന്നാണ് തോന്നുന്നത്. എന്തായാലും നമ്മളെ വിലപ്പിടിപ്പുള്ള അയക്കോറ. അങ്ങനെ ഈ അയക്കോറ കുറച്ച് വില കൂടിയാലും നമുക്ക് സെറ്റാക്കല്ലോ. അങ്ങനെ ഇത് വേഗം സെറ്റാക്കി ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് ആവി വരട്ടെ. അപ്പോഴേക്കും ചോറ് സെറ്റാക്കുക. ഓയിലൊഴിച്ച് കറാമ്പും ഏലക്കായും കറുവപ്പട്ടയും ഏലക്കായ എപ്പം ഞാൻ ചേർക്കുമ്പോൾ നന്നായിട്ടൊന്ന് കുത്തിയിട്ട് നല്ല ഇതാക്കിയിട്ടുണ്ട്. നല്ല മണം കിട്ടും അങ്ങനെ ഇടുമ്പോൾ. അത് ചേർത്ത് ഉള്ളിയൊന്നും വേണ്ട, ബിരിയാണി ആണല്ലോ. ആവശ്യത്തിന് വെള്ളം പാകത്തിന് വെച്ച് ഞാൻ 2 ഗ്ലാസ് അരിയായിരുന്നു. അപ്പം 4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ട് അതങ്ങോട്ട് തിളപ്പിക്കാൻ വെച്ച് പിന്നെ ഞാൻ മസാല ഇളക്കി അതേ കയ്യിൽ വെച്ചിട്ട് തന്നെ ഇതുവാക്കി. അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും. പിന്നെ ഇതാ അരി ഇട്ട് വെള്ളം തെളിച്ചു. ചോറ് സെറ്റായി. അപ്പോഴേക്ക് ഞാൻ മസാലകളൊക്കെ ഒന്ന് മീനിൻ്റെ മുകളിലേക്കാക്കി ചോറോട്ട് ദമ്മിട്ട് വെച്ച് ഒരു 5-10 മിനിറ്റ് ഒന്ന് ആവി വന്നാൽ മതി. ചോറ് വെന്തതാണ്, ഒന്നും കൂടി ഒന്ന് വെന്താൽ മതി. അതവിടെ സെറ്റായി നമ്മൾ അയക്കോറ ബിരിയാണി. പിന്നെ ഈ സംഭവങ്ങളൊക്കെ ഇടണം കേട്ടോ. ദമ്മിടുമ്പോൾ ലേശം 1/2 kg നെയ്യും കുറച്ച് ഓയിലും കൂടിയും കുറച്ച് നെയ്യും കൂടിയൊക്കെ ഒഴിച്ചാൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടും. അങ്ങനെ സംഭവങ്ങളൊക്കെ ഇട്ട് അടിപൊളിയായിട്ടുള്ള ബിരിയാണി റെഡി. അപ്പോൾ ടാറ്റ ബൈ ബൈ.